ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അത് കേട്ടോ, ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പെരുന്നാളിനൊക്കെ ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എടുത്തതായിരുന്നു. വീഡിയോ ഇടാൻ ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനമൊക്കെയാണ് കേട്ടോ എടുത്ത് വെച്ചത്. മന്തി മസാലപ്പൊടിയുണ്ട്, കുരുമുളകുണ്ട്, മസാലപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ മാഗി ക്യൂബുണ്ട്, പിന്നെ 2 തരം ജീരകമുണ്ട്, കറാമ്പ്, പട്ട, ഏലക്കായ്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിക്കാത്തതും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് വേണ്ടത് ബീഫല്ലേ. അപ്പോൾ ബീഫുണ്ട്. എത്രയാണെന്നില്ല കേട്ടോ, നമുക്ക് പള്ളിയിൽ നിന്നൊക്കെ കിട്ടിയ ബീഫാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ എത്ര കിലോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഉള്ളി, ചെറിയൊരു ഉള്ളി ഉണ്ട്, മല്ലിച്ചപ്പുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. ബീഫ് അങ്ങനെ ഉണ്ടാക്കാറില്ല, മുന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അധികം ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുക. ബീഫ് കുറവാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ ചെന്ന് ബീഫൊക്കെ കിട്ടിയതില്ല, അപ്പോൾ ബീഫ് മന്തി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒരിക്കലും. ബീഫ് എല്ലാവർക്കും പെരുന്നാളുടെ സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇനി ബീഫ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. പിന്നെ ഒരാൾ തക്കാളി ഇടും. ഞാൻ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ആ മസാലപ്പൊടികളും പിന്നെ ഞാൻ മുറിച്ച് വെച്ച പിന്നെ ഉള്ളിയും ക്യാപ്സിക്കും മല്ലിച്ചപ്പും പിന്നെ അതുപോലെ തന്നെ പുതിനച്ചപ്പ് ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ. അതുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അതും കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ കൈ വെച്ചിട്ട് വരട്ടി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ടിട്ട് അതും കൂടി നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ബീഫിൽ നിന്ന് വെള്ളം വരും, എന്നാലും അടിക്കൊക്കെ പിടിക്കേണ്ട വെച്ചിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒക്കെ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തതാണ്, നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതാ ബസ്മതി അരി വെള്ളത്തിലിട്ട് കഴുകി കുതിർത്തി വെച്ചതാണ്. ഞാൻ ചോറുണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിക്ക് ലീഫ്, ഏലക്കായ്, പട്ട, കറാമ്പ്, കുരുമുളക് പൊടിയല്ല കേട്ടോ, കുരുമുളക് അങ്ങനെ എടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ മന്തി മസാലപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ചൂടാക്കാൻ വെച്ച് വെള്ളത്തിലിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, ഞാൻ മേടിക്കാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ടിട്ട് ഒരുപാട് സമയം ഇളക്കി കൊടുക്കണ്ട കേട്ടോ. അരി പൊട്ടിപ്പോകും, അതുകൊണ്ടാണ് കേട്ടോ. ബീഫൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേവി ആയിട്ടൊന്നും ഇല്ല, കുറച്ച് കണക്കായിട്ടേ ഉള്ളൂ കേട്ടോ. അതിന് കണക്കായിട്ടേ ഉള്ളൂ. പിന്നെ അരിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റുകയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ അല്ലാണ്ട് നമ്മൾ ചോറൊക്കെ വാർക്കുന്ന പോലെ കുടുക്കയിലിട്ട് ചോറ് വാർക്കുന്ന പോലെയൊക്കെ വാർത്തെടുക്കാം. പിന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് അടിയിൽ ഞാൻ കുറച്ച് പിന്നെ ബീഫും ഗ്രേവിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പീസും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാരങ്ങ നേരത്തെ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. വെണിച്ചുകൊണ്ട് വന്നിട്ട് ഇട്ടത് എൻ്റെ കയ്യിലുണ്ടായിട്ടില്ല, പിന്നെ ഇട്ടതാണ്. പിന്നെ കുറച്ച് കരിയൊക്കെ വെച്ചിട്ട് സ്മോക്കിന് വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അഥവാ ഉണ്ടാക്കാത്തവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും.